ഇന്ന് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ കൊണ്ടിട്ട് ഊണിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി എന്താ പറയുക നമ്മൾക്ക് വേണ്ട സെറ്റപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ ഉള്ളി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ഒരു പാതി വഴണ്ടിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 2 പച്ചമുളക്. അപ്പോൾ ഒരുപാടൊന്നും ഇടണ്ട കേട്ടോ, കാരണം നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 പച്ചമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം വഴണ്ടിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെണ്ടയ്ക്കയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന്, അപ്പോൾ വെണ്ടയ്ക്ക പാതി വഴണ്ടിട്ട് വരണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളി ഉണ്ട്. അപ്പോൾ 2 തക്കാളിയാണേ. അപ്പോൾ തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് വഴണ്ടിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഈ നമ്മളിട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴണ്ടിട്ട് വരണം. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു പകുതി തേങ്ങയുടെ ഞാൻ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് 2-ാമത്തെ പാലാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം. അപ്പോൾ അതുവരെ ഒരു 6-7 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ഉപ്പ് പാകത്തിന് അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഒഴിച്ചതൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കധികം നേരത്തെ ഇളക്കമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉപ്പും ഇതുമൊക്കെ പാകമാണെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം കേട്ടോ. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കറി ഒന്ന് താളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ രാത്രിയാണെങ്കിലും അപ്പോൾ ഉച്ചയ്ക്ക് ചോറിനാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.